റഷാസ്വൈബ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. മക്കളുടെ മദ്രസയൊക്കെ തുറന്നു. അതുപോലെ തന്നെ കുഞ്ഞൂസ് ആദ്യമായിട്ടാണ് കേട്ടോ മദ്രസയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ്. പിന്നെ ഇന്ന് പള്ളിയിലെ ഉസ്താദുമാർക്കുള്ള ഫുഡ് നമ്മുടെ വീട്ടിൽ നിന്നായിരുന്നു. അപ്പോൾ അതിൽ ഞാനൊരു അടിപൊളി റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കബാലിയത്ത് എന്ന് പറയുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഉണ്ണിമോൾ ഇതാ മദ്രസയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. 6:30ക്കാണ് മദ്രസ. 6:30 മുതൽ 7:30 വരെയാണ് ഉണ്ണിമോൾക്ക് മദ്രസ. അതുപോലെ തന്നെ കുഞ്ഞൂസിനാണെങ്കിൽ 7:30 മുതൽ 8 മണി വരെയാണ് കേട്ടോ. അപ്പോൾ മോളിനിതാ മദ്രസയിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം ഞാനിതാ രാവിലത്തെ ചായയുടെ പരിപാടികളൊക്കെ നോക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും അതുപോലെ തന്നെ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രീൻ പീസൊക്കെ തലേദിവസം തന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതാ ഒരു ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു വലിയ ഉരുളൻകിഴങ്ങ്, ഒരു മീഡിയം സൈസ് തക്കാളി, പിന്നെ വേണ്ടത് പച്ചമുളകാണ്. അത് ഞാനിതാ പുറത്തുനിന്ന് നമ്മുടെ പച്ചമുളകിൻ്റെ തൈ ഉണ്ടല്ലോ അതിൽ നിന്ന് ഇതാ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല എരിവുള്ള മുളകാണ്, നല്ല വലുപ്പമുണ്ട്. ഇനി ഈ കുക്കറിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് ഒരു സബോള, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി ഒന്ന് ചതച്ചത് കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടാൽ മതി. അതെല്ലാം കൂടിയിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്കിനി ഒരു വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വെക്കാം. അതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് സമയം കൂടിയും വെക്കുക കേട്ടോ. ഇതിലേക്ക് തേങ്ങാപ്പാൽ എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് തേങ്ങ ഞാനിങ്ങനെ ചിരകി എടുക്കല്ല, ഇങ്ങനെ കഷ്ണാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയാവും ഇങ്ങനെ ചെയ്താൽ. ചിരകുകയാണെങ്കിൽ നമുക്ക് കുറേ ടൈം എടുക്കുമല്ലോ. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ ഞാനിതാ എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുകയാണ്. ഇനി ഞാനിതാ ഇടിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള പൊടി, നല്ല വറുത്ത ഇടിയപ്പം പൊടി ഉണ്ടല്ലോ, അജ്മിയുടെ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതൊരു വലിയൊരു ബേസിനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഞാനിതാ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ കട്ടയില്ലാതെ ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യണം. ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റായി കിട്ടണം കേട്ടോ. പത്തിരിയുടെ പോലെ കുറച്ചൊന്ന് മുറുകാനൊന്നും പാടില്ല, നന്നായിട്ടൊന്നിങ്ങനെ സോഫ്റ്റായി കിട്ടണം. കുറച്ചധികം വെള്ളം തന്നെ വേണം കേട്ടോ ഇത് റെഡിയായി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടോടുക്കനെ തന്നെ ഞാനിതാ ഈ ഒരു ചെറിയ നമ്മളെ ഉള്ളിയൊക്കെ ചതക്കുന്ന ഒരു കല്ലുണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുകയാണ് കേട്ടോ. മിക്സിയുടെ ജാറിലിതാ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ പാലെടുക്കാം. തേങ്ങ അങ്ങനെ ഞാൻ ഒഴിക്കുന്നില്ല. കുറുമയ്ക്കൊക്കെ ടേസ്റ്റ് കൂടുതൽ ഈ ഒരു തേങ്ങാപ്പാൽ എടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ഇതാ അപ്പുറത്തെ മോളിരുന്നിട്ട് അവൾക്ക് കൊതി വരുന്നുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ കണ്ടിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് കുറച്ച് ഗ്ലാസ്സിൽ ഒഴിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവൾക്ക് ഇതാ ഒരു ബൗളിൽ തേങ്ങാപ്പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഞാൻ അവളിൽ നിന്ന് വീഡിയോ എടുത്തതാണ്. അവൾക്ക് ഇതാ ബൗളിൽ തേങ്ങാപ്പാൽ കൊടുക്കുകയാണ് കേട്ടോ. അവളത് നല്ല എന്താ പറയുക, കൊതിയോടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മോളിതാ മദ്രസയിലേക്ക് പോവാൻ റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ പർദ്ദയും മഫ്തയൊക്കെ ഇടുന്നത്. അപ്പോൾ കുറേ ദിവസമായി മദ്രസയിലേക്ക് എപ്പോഴാണ് പോവുക, സ്കൂളിലേക്ക് എന്തായാലും പോകാൻ പറ്റില്ല, കാരണം UKG മോള്. അപ്പോൾ മദ്രസയിലേക്ക് എന്നാ പോകാൻ പറ്റുക എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബുക്കുകളൊക്കെ എടുത്ത് അവൾ റെഡിയായി. അപ്പോഴത്തേനും വലിയ മോള് വന്നു കേട്ടോ. ഉണ്ണിമോൾ വന്നപ്പോൾ അവളുടെ കൂടെ പറഞ്ഞയക്കുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് മദ്രസ. അങ്ങനെ ഞാൻ അകത്തേക്ക് വീണ്ടും കയറി. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങാപ്പാൽ അരിച്ചിട്ട് ഒഴിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടായി ഒന്നിങ്ങനെ പതയ്ക്കാനേ പാടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ നൂൽപുട്ട് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ 4 തട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. 4 പ്ലേറ്റുകളാണുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിയുമ്പോൾ ഒന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
പിന്നെ നമ്മളെ കുറുമയിൽക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തൂമിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായി മൂത്ത് വരുമ്പോൾ കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറുമ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഉസ്താദ്മാരെ ഫുഡൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞൂസ് മദ്രസയിൽ നിന്ന് വന്നു. അവൾ ചായ കുടിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കൗണ്ടർ ടോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഉച്ചക്കലത്തെ പരിപാടികൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് കബാലിയത്താണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറേ ദിവസമായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പോട്ടിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 സബോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ചിക്കൻ പൊരിക്കൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു വെറൈറ്റി നമ്മുടെ അറബിക് ഡിഷിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അറബിക് മസാല ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ, പിന്നെ കുറച്ച് കുരുമുളക്, ഒരു 4-5 വറ്റൽമുളക്, കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, മല്ലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാക്കി എടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചാൽ ഇത് അടിപൊളി കബ്സ മസാല അല്ലെങ്കിൽ അറബിക് സ്പൈസ് ഉണ്ടല്ലോ, അത് റെഡിയാവും കേട്ടോ. അപ്പോൾ നമുക്കത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ സബോളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 2-3 പച്ചമുളക് ഒന്ന് കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അറബിക് മസാല ഉണ്ടല്ലോ, അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചു. നമുക്കൊരു 2 മാഗി ക്യൂബ് വേണം കേട്ടോ, അത് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാനൊരു പകുതി തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യമില്ല, എന്നാലും ഞാനൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കഷ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അങ്ങനെ ഏകദേശം നമ്മുടെ മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചിക്കൻ കഴുകി വാര വെച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കൻ നമുക്ക് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കുക. അതിന് ശേഷം വെള്ളം ഉണ്ടെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെച്ചാൽ മതി. പിന്നെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ തുറന്ന് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിലായിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന്ന് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ക്യാരറ്റ് ഇതുപോലെ വട്ടത്തിൽ നുറുക്കിയതും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് റൈസിൻ്റെ പരിപാടി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് മസാലകൾ, ഗരം മസാല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ നല്ല നീളനുള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കരുത്, കാരണം പെട്ടെന്ന് തന്നെ വെന്ത് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർക്കുകയാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കതിലത്തെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് ഗ്രേവി മതി നമുക്ക് ഈ ഒരു റൈസിലേക്ക്.
അപ്പോൾ ഞാനിതാ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട്, ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നില്ല. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം, മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഉപ്പൊക്കെ ആഡ് ചെയ്യുക, അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റൈസും ഇതാ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് നേരം ഇട്ട് വെക്കാം കേട്ടോ, ഈ ഒരു ചിക്കനും മസാലയൊക്കെ. ഇതിങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും സെർവ് ചെയ്യാം കേട്ടോ, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട്. അപ്പം ഞാനിത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കബാലിയത്തിൻ്റെ. കുറച്ച് മല്ലിയിലൊക്കെ ഇതിൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുക. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കബാലിയത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉസ്താദുമാരുടെ ഫുഡ് കൊണ്ടുപോകാനുള്ള പാത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വേഗം തന്നെ അവർക്ക് ആക്കി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ സാലഡും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.